പിന്നെ ഇവിടെ ഫോണ് പരിശോധിച്ച് അതിന്റെ അകത്തുനിന്ന് ഇനിയും കിട്ടുന്ന രേഖകൾ അനുസരിച്ച് എന്തൊക്കെയാകും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതൊക്കെ എന്തായാലും പുറത്തു വരും. ഇവർക്ക് എന്തായാലും ഇപ്പൊ ജാമ്യം കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. കോടതിയോട് നമുക്ക് ബിഗ് സല്യൂട്ടാണ് പറയാനുള്ളത്. ഓക്കെ, ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇത് ആര് ക്രിയേറ്റ് ചെയ്ത് വിട്ടു എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഈ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇതൊന്ന് കണ്ടു നോക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ നാടിന്റെ മഴയും ഉമ്മാന്റെ ചോറും അതെന്തുമില്ല അല്ലേ? ഉമ്മാന്റെ ചോറും മഴയും എല്ലാം നിനക്ക് അവിടെ കിട്ടും. എന്തായാലും അവിടെ ആ ഇരിപ്പും അതൊക്കെ ഒരു ആണെങ്കിലും നമുക്ക് തന്നെ അങ്ങനെ തോന്നിപ്പോ ഇവർക്ക് രണ്ട് തെറി പറയാൻ വേണ്ടി അങ്ങനെ തോന്നിപ്പോ. ആ ഒരു രീതിയിലാണ് അവിടെ ഇത്. പിന്നെ അവിടെ ചപ്പാത്തി കുഴച്ച് പരത്തുന്ന ഒരു ഇതുണ്ട്. അതിൽ പറയുന്ന കാര്യവും വാസ്തവം തന്നെയാണ്. കാരണം ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും അതിൽ പറയുന്നുണ്ട്. അതായത് മറ്റേ ജയിൽ പുള്ളികൾക്ക് കാശ് കൂട്ടിയത് അതും പറയുന്നുണ്ട്. അതോട് കിട്ടും. മുമ്പ് എനിക്ക് 400 ആയിരുന്നു സാലറി. ഇപ്പൊ 650 ദിവസം കൂലിയായി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. 3 നേരവും നല്ല ഫുഡും. ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. 10 വർഷം എന്നുള്ളത് 20 വർഷമായ മതിയിരുന്നു. നല്ല വരുമാനമാണ് ഇവിടെ. തെറ്റ് ചെയ്തവർക്കുള്ള ഒരു പ്രൊമോഷനാണ് ജയില്. അതെ, ഇപ്പൊ ജയിലിലത്തെ അവസ്ഥ ഇതാണ്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു തുക കൊണ്ട് വെളി വരാം. അത് ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ്. എന്തായാലും ജയിൽ പുള്ളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇവർക്ക് നല്ല ശിക്ഷ കിട്ടണം. അവർക്ക് ഇപ്പൊ വേതനം കൊണ്ട് ഇറങ്ങി വന്നാലോ എങ്ങനെ ഇറങ്ങി വന്നാലും അവർക്ക് നല്ലൊരു ശിക്ഷ തന്നെ കിട്ടണം. അവൾ ഇപ്പോഴേക്കും ഇറങ്ങി വരരുത്. അവൾ ഇനി വന്നിട്ട് ഇനി മറ്റുള്ള മനുഷ്യരുടെ ജീവൻ എടുക്കരുത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശിക്ഷ കിട്ടണം. പിന്നെ ഈ ഒരു വിഷയവുമായി